എല്ലാവരോടും വളരെ നല്ല രീതിയിൽ നൈസായിട്ട് പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ അത് എല്ലായ്പ്പോഴും അത്ര നല്ല കാര്യമൊന്നുമല്ല. മറ്റൊരാളോട് നന്നായി പെരുമാറുന്നതിനെ, അങ്ങനെ പെരുമാറുന്നത് ഒരു പ്രശ്നമായി മാറുമ്പോൾ അതിനെ ടോക്സിക് നൈസ്നെസ് എന്ന് പറയും. നമുക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. നാളെ എക്സാം ആവും. എക്സാമിന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് വന്ന് വിളിക്കും. ഏതോ നാട്ടിലൊരു കല്യാണം ഉണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോവാൻ. എക്സാമൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് നാളെ എക്സാമാണ്, അതിന് പഠിക്കാനുണ്ട്. എന്നാലും അവൻ ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കും. മടങ്ങി വരുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ല എക്സാം ഇല്ലേ, അതിന് പഠിക്കാതെ നീ ഫ്രണ്ടിൻ്റെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ പറയും, ഫ്രണ്ടല്ലേ, അവന് ഞാനൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്നൊക്കെ. അവനോടുള്ള സ്നേഹമൊന്നും അല്ല കാര്യം. സ്നേഹം ഒരു കാര്യമാണ്, അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. അവനോട് നോ പറയാനൊരു മടി. അഥവാ നോ പറഞ്ഞാൽ അവൻ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? എൻ്റെ ഇമേജ് അവൻ്റെ മുന്നിൽ സ്പോയിലായാലോ, മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നോ പറയാൻ മടിച്ചിട്ട് തൻ്റെ പല പരിപാടികളും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നതിനെയും ടോക്സിക് നൈസ്നെസ് നമ്മൾ പറയും. ചില ആളുകളുടെ കൂടെ നടന്ന് അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ നൈസാണ്, ആരോടും നെഗറ്റീവായിട്ടൊന്നും പറയില്ല, അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നുമില്ല. അവർക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ദൃഢമായ അടുത്ത ബന്ധം, ആഴത്തിലുള്ള ബന്ധങ്ങൾ അതവർക്ക് കുറവാകും. കാരണം മറ്റുള്ളവർ നമ്മളെ കാണുന്നതും അറിയുന്നതൊക്കെ നമ്മൾ പുറത്തോട്ട് നൈസായി കാണിക്കുന്നതിനെയാണ്. അവിടെ നമ്മളൊരു നൈസ് പേഴ്സണാണ്, ആ മുഖംമൂടിയാണ് നമ്മൾ അണിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ മുന്നിൽ, ബന്ധങ്ങളുടെ മുന്നിൽ തൻ്റെ നൈസായ ഇമേജ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ മുന്നിൽ നൈസായി പെരുമാറുമ്പോൾ ഉള്ളിൽ മറ്റൊരാളുണ്ട്. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അവർ നോക്കുമ്പോൾ നമ്മൾ നൈസാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നൈസായൊരു മുഖംമൂടി അവിടെ ഉണ്ടാവും. നാട്ടുകാരുടെ മുന്നിലെ, ബന്ധങ്ങളുടെ മുന്നിൽ ഇമേജ് സ്പോയിലാവാതിരിക്കാൻ തൻ്റെ ഇമോഷൻസിനെ പറയാതെ, എക്സ്പ്രസ് ചെയ്യാതെ മറച്ചു പിടിക്കുകയാണ്. എന്നാൽ ആളുകളൊക്കെ പുറത്ത് കാണുന്നത് ആ നൈസ് പേഴ്സൺ എന്ന മുഖംമൂടിയാണ്. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചൊരു ഐഡിയ ഒന്നും കിട്ടില്ല. യഥാർത്ഥ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ അവരറിയാതെ പോകും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു ബന്ധത്തിൽ എനിക്ക് വേണ്ടതൊന്നും അവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ ആരാണ്, എൻ്റെ ഇമോഷൻസ് എന്താണെന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്താലേ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് വേണം അവർ അതിനനുസരിച്ചുള്ള ഇങ്ങോട്ട് റിയാക്ഷൻസ് തരാൻ. പക്ഷെ നമ്മളത് എക്സ്പ്രസ് ചെയ്യില്ല. നമ്മൾ ജെന്റിലാവാൻ വേണ്ടിയിട്ട് ഉള്ളിൽ അടക്കി ഒതുക്കി വെക്കും. അപ്പം നമുക്ക് വേണ്ട തിരിച്ചൊന്നും കിട്ടില്ല. എന്നിട്ട് നമ്മൾ ആ ബന്ധത്തിനോടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി, ഇത് പോരാ, സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ നല്ല ബന്ധത്തിൽ പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നാളെ അത്യാവശ്യമായിട്ടൊരു ജോലി തീർത്തു കൊടുക്കാനുണ്ട്. അതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുടുംബത്തിലെ ഒരു അമ്മാവൻ നമ്മളെ കാണാൻ വരുന്നത്. അദ്ദേഹത്തിന് ദൂരെ എങ്ങോട്ടോ പോകാനുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡ്രൈവറെ കിട്ടാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യണം, കൂടെ ചെല്ലണം. നമ്മുടെ മനസ്സിൽ നാളെ തീർത്തു കൊടുക്കാനുള്ള ആ ജോലിയാണ്. ഇന്ന് രാത്രി കഷ്ടപ്പെട്ട് ഇന്നൊക്കെ ചെയ്താൽ മാത്രമേ നാളെ ആ ജോലി കംപ്ലീറ്റ് ആവുള്ളൂ. ആ ടെൻഷനുണ്ട്. ഈ മനുഷ്യനോട് നോ പറയാനും വയ്യ. ഒടുവിൽ വയസ്സായ ആളാണ്, കുടുംബത്തിലുള്ള ആളാണ്. അങ്ങനെ നമ്മൾ അയാളുടെ കൂടെ ഡ്രൈവറായി പോയി. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അമ്മാവനെ നമ്മൾ പ്രാകുന്നുണ്ട്. ഈ മനുഷ്യൻ വന്നില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ഈ ജോലി ചെയ്യായിരുന്നു, എന്തൊരു മനുഷ്യനാണിതെന്നൊക്കെ. നമുക്ക് ആ ഡ്രൈവിങ്, ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ അത് പോയി തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ രാത്രിയൊക്കെ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് ആ ജോലി കംപ്ലീറ്റ് ചെയ്തു. കുടുംബത്തിലെ അമ്മാവന് നമ്മളെപ്പോലെ ഒരു ഡ്രൈവറെ കിട്ടിയതുകൊണ്ട് അമ്മാവൻ ഈ ജോലി അങ്ങ് സ്ഥിരമാക്കി. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അന്വേഷിച്ച് വീട്ടിലോട്ട് വരും, വിളിക്കും. ഇതിങ്ങനെ സ്ഥിരമാക്കും തോറും നമ്മൾ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് സ്ഥിരം പോകാൻ തുടങ്ങി. ഉള്ളിലെ അമ്മാവനോടുള്ളൊരു ദേഷ്യമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് ഒരു മൊമെൻറ്റിൽ അങ്ങ് പൊട്ടിത്തെറിക്കും. അതോടുകൂടി നമ്മുടെ ഒറിജിനൽ സ്വഭാവം അമ്മാവനങ്ങ് അറിയും. നമ്മൾ അമ്മാവനെ ശരിക്കും ചീത്ത വിളിക്കും. അമ്മാവൻ ഞെട്ടും. ഇങ്ങനെയൊക്കെ ഇവൻ പറയുമോ, ഞാനൊന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരാളല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കും. എന്നാൽ ആദ്യം തന്നെ അമ്മാവൻ അന്വേഷിച്ച് വരുന്നു. ആ സമയത്ത് എനിക്ക് ആ ജോലിയൊക്കെ ഉണ്ട് എന്നത് മാന്യമായിട്ട് നോ പറയുമ്പോൾ ചെറിയൊരു ദേഷ്യമേ തോന്നുള്ളൂ. ഇങ്ങനെ അടക്കി പിടിച്ച് ഒന്നായി പൊട്ടിത്തെറിച്ച് ആജന്മ ശത്രു ആവുന്നതിനേക്കാൾ നല്ലത് ആ ചെറിയ ദേഷ്യമാണ്. അത് പിന്നീട് മാറുകയും ചെയ്യും. സോ നമ്മൾ നൈസാവാൻ വേണ്ടിയിട്ട് നോ പറയാതിരിക്കുമ്പോൾ
ഇങ്ങനെ അടക്കി പിടിച്ച് നമ്മുടെ ഉള്ളിനോട് തന്നെ, നമ്മുടെ ആത്മാവിനോട് തന്നെ നീതി പുലർത്താതിരിക്കുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഈ ടോക്സിക് നൈസ്നെസ്സിൻ്റെ ഒരു പ്രശ്നം തന്നെ, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നൈസായി കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറെ ഒരു നമ്മളുണ്ടല്ലോ, നമ്മുടെ ഇമോഷൻസൊക്കെ ഉണ്ട്. അത് പുറത്തറിയാതിരിക്കാൻ നമ്മൾ നൈസ് എന്നൊരു മുഖംമൂടി അണിയും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണ്, യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്, അത് മറ്റുള്ളവർക്ക് അവർക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? നമ്മളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മളെപ്പോഴും ദേഷ്യം വരാത്ത ഒരാളാണ്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന ആളാണ്. ഇങ്ങനെ നൈസ് പേഴ്സൺ എന്നുള്ളൊരു ഇമേജുമായിട്ട് ജീവിക്കുമ്പോൾ അവർ നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടും. പക്ഷെ അവരിഷ്ടപ്പെടുന്നത് ആക്ച്വലി നമ്മളെ അല്ല. അവർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടിയാണ്. അതിനുള്ളിലെ നമ്മളെ അവർ തിരിച്ചറിയുകയേയില്ല. നമ്മളാണെങ്കിലോ എന്തുകൊണ്ട് അവർ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കാൻ തുടങ്ങും. ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരാ കാണുന്ന എനിക്കനുസരിച്ചാണ് പെരുമാറുന്നത്. അത് കണ്ടിട്ട് എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതെന്ത് ന്യായ? നമ്മൾ എന്താണെന്ന് കാണിക്കാതെ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയാവും ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നത്. അവിടെ ആക്ച്വലി നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ 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 പ്രവൃത്തി കാണാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ആ ബന്ധത്തെ അത് ബാധിക്കും. എൻ്റെ പരിചയത്തിൽ ബിസിനസ് പേഴ്സൺ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കണം എന്നൊക്കെയാണ്. നല്ല ഹാൻസം ആണ്, റിച്ച് ആണ്, അങ്ങനെ ഒരു മനുഷ്യന് പറയുന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു മനുഷ്യൻ. ഒരുപാട് പെൺകുട്ടികളൊക്കെ ആയിട്ട് ആ മനുഷ്യൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ഡേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഒരാളുമായിട്ടൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായി അത് വിവാഹത്തിലെത്തില്ല. അതിനു മുൻപ് ഈ പെൺകുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ക്ലയൻസിനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഈ മനുഷ്യൻ എല്ലാവരോടും സംസാരിക്കുന്നത്. വളരെ നൈസായി. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാരണം തന്നെ ആരും ഇമ്പ്രസ്ഡ് ആവും. അതാണ് അവസ്ഥ. ഇത്രയും നല്ലൊരു സ്വഭാവം. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ വളരെ നൈസായിട്ട് നല്ല രീതിയിൽ പെരുമാറും. അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് അയാളെ കുറ്റവും പറയും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ചുള്ളൊരു ധാരണ എന്താ? ഇവ ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അടുത്ത ബന്ധമുള്ള ആളുകൾ അവരെ മുൻപിൽ ഒരാളോട് നന്മ പറഞ്ഞ് പുറകിൽ നിന്ന് കുറ്റം പറയുന്നതാണ് കാണുന്നത്. പതുക്കെ പതുക്കെ ഇവൻ ഫേക്കാണെന്നുള്ളൊരു ധാരണ കൂടെ ഉള്ളവർക്കും ഉണ്ടാവും. പിന്നെ മറ്റു കാരണങ്ങൾ പലതും ഉണ്ടാവും. എന്നാൽ ഇവൻ പുറത്തോട്ട് കാണിക്കുന്ന ആ നല്ല സ്വഭാവം കാരണം ഒരുപാട് ബന്ധങ്ങൾ ഇവന് ഉണ്ടാവുന്നതാനും. എന്നാൽ അവിടെ ദൃഢമായ ബന്ധം ഉണ്ടാവില്ല. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള മുഖംമൂടികളൊക്കെ അണിയുന്നവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. അവസാനം അവർ ചെന്ന് നോക്കുമ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല. ഈ സ്വഭാവത്തിന്, ടോക്സിക് നൈസ്നെസ്സിനുള്ളൊരു സൊല്യൂഷൻ സിമ്പിളാണ്. നമ്മൾ എന്താണോ അതായിരിക്കുക. നമ്മുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുക. നമ്മളോട് സത്യസന്ധത കാണിക്കുക. നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ ഇമേജോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ബുദ്ധിമുട്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്ന പരിപാടി നിർത്തുക. നോ പറയുക. അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, കൂളായി, അവർക്ക് വേദനിക്കാത്ത രീതിയിൽ സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോ പറയുക. അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൂടെ ഒഴിവാക്കുക. നോ പറയാതെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളിൽ വെച്ച് 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 വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഉള്ള പോലെയല്ല, വലിയ രീതിയിൽ ആ ബന്ധം തകരും. അതിലും നല്ലത് ഇതൊക്കെ തന്നെയല്ലേ. അടുത്തൊരു കാര്യം, എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര അടുത്ത ബന്ധം എന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്സിൽ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുക. ബൗണ്ടറീസ് റിലേഷൻഷിപ്സിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്താണോ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണോ, നമ്മൾ ചെയ്യാൻ അത്ര ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്താണോ, ഇതൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ അവരറിഞ്ഞിരിക്കണം. അതറിയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, അവരോട് പറയണം. ഇങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയതും കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങളും മറ്റൊരാളോട് പറയാതിരുന്നാൽ, ഈ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യാതിരുന്നാൽ പതുക്കെ പതുക്കെ ആ ബന്ധത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും. അവർക്കൊക്കെ ഓരോ മൂഡായിരിക്കും. അതുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതുപോലെ നമ്മൾ അവരോട് പെരുമാറുന്നതിലും അവരും മനസ്സിലാക്കണം നമ്മുടെയൊക്കെ അവസ്ഥ. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം അവരോട്. നോ പറയേണ്ട കാര്യങ്ങളിൽ മാന്യമായിട്ട് നോ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നോ പറയാതെ അത് ഉള്ളിൽ അടക്കി പിടിച്ച് അതിങ്ങനെ വലുതായാൽ
നമുക്ക് ആ ബന്ധത്തിനോടുള്ളൊരു അടുപ്പം കുറയും, സ്വസ്ഥത കുറയും, അവരോടുള്ള ഇഷ്ടം അങ്ങ് കുറഞ്ഞു വരും. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓപ്പണായി നമ്മൾ എന്താണോ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. സ്ട്രോങ് ആയ ആഴത്തിലുള്ള റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷനെ ശരിക്കും ഉപയോഗിക്കണം അവിടെ. എസ്പെഷ്യലി ദാമ്പത്യ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് അത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം. അത് കുറച്ച് നൈസായിട്ട് അവരുടെ മൂഡും സാഹചര്യമൊക്കെ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്താലും മതിയാവും. ചിലർക്കത് പോസിറ്റീവായിട്ട് തോന്നും, മറ്റു ചിലർക്കത് നെഗറ്റീവായിട്ടൊക്കെ തോന്നാം. പക്ഷെ പതുക്കെ പതുക്കെ ശരിയായിക്കോളും. ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ തോന്നി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ആ ബന്ധം വളരെ സ്ട്രോങ് ആവും. വേറൊരു കാര്യമുണ്ട്, ഉള്ളിൽ നമ്മൾ നല്ല കള്ളന്മാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിലെ കള്ളത്തരങ്ങളൊന്നും നമ്മൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചാലും കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും. എത്ര നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സ്വഭാവം, നമ്മുടെ വാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വരും. അതിലും നല്ലത് പറ്റിയ സാഹചര്യമൊക്കെ നോക്കി നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ എന്താണോ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. സത്യസന്ധമായി നിങ്ങൾ എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക, ഫേക്ക് ആവാതിരിക്കുക. ഈ നൈസായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവർ നൈസായിട്ട് ഇങ്ങനെ പെരുമാറുമ്പോൾ, ആരെന്ത് പറഞ്ഞാലും നോ പറയാതിരിക്കുമ്പോൾ അപ്പോഴൊക്കെ തനിക്ക് നല്ല വാല്യൂ ആണ്, നല്ല ഇമേജ് ആണെന്നൊക്കെയാണ്. ആക്ച്വലി ഉള്ള വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, അവനെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, ടൂറൊക്കെ പോകുമ്പോൾ ആ സ്ഥലമൊന്നും പറയൊന്നും വേണ്ട, പിന്നെ അവൻ എന്തായാലും പോകുന്നുള്ളൂ, അവനങ്ങനെ അഭിപ്രായമൊന്നുമില്ല എന്ന്. ഈ നൈസായിട്ട് പെരുമാറുന്ന ആളുകൾക്ക് പൊതുവെ വിലയൊന്നുമില്ല. കാരണം അവരെന്തായാലും അവരെ ഓക്കെയാണ്. അങ്ങനെ നാട്ടുകാർ ചിന്തിക്കും, ബന്ധുക്കൾ ചിന്തിക്കും, എല്ലാവരും ചിന്തിക്കും. ഇറ്റ്സ് മീ എം കെ ജയദേവ്.